ഈ രണ്ടക്ഷരങ്ങൾ ഇന്ന് മലയാളികളുടെ മനസ്സാക്ഷിയുടെ ശബ്ദമാണ്. കഴിഞ്ഞ 65 വർഷമായി അനുസ്യൂതം തുടരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുടെ അചഞ്ചലമായ കുതിപ്പുകൾ, മണ്ണിനും മനുഷ്യനും വേണ്ടി എല്ലാത്തരം ചൂഷക ശക്തികൾക്കും എതിരായി അക്ഷീണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഇതിഹാസ തുല്യമായ ധർമ്മയുദ്ധങ്ങൾ. CPIM പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവുമായ സഖാവ് VS അച്യുതാനന്ദൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിശ്രമം എന്ന പദം വിരുന്നു വന്നിട്ടില്ല. 60 വർഷം മുമ്പ് പുന്നപ്രയിലും വയലാറിലും സർസിപിയുടെ യന്ത്രത്തോക്കുകൾക്ക് മുന്നിലേക്ക് കുതിച്ചു മുന്നേറിയ ആ ധീരജീവിതം മൂലധന ശക്തികൾക്കും വലതുപക്ഷ രാഷ്ട്രീയ ദുർഗങ്ങൾക്കുമെതിരായ പുതിയ പോരാട്ടങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മെയ് മാസത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടി കോൺഗ്രസ് നയിക്കുന്ന UDF കേരളത്തിലെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ശക്തികളെയെല്ലാം തന്നെ കൂട്ടുപിടിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിച്ച് കേരളത്തിലെ സമ്പന്ന വർഗത്തെയും മാഫിയകളെയും സഹായിക്കാൻ വേണ്ടി അവരെല്ലാം തന്നെ കൂട്ടുപിടിച്ചൊരു മുന്നണി ഉണ്ടാക്കി. പഴയ മുന്നണി വർഗീയതയുടെ രൂക്ഷത വർദ്ധിപ്പിച്ചുകൊണ്ട് ശക്തിപ്പെടുത്തി. അതിനുശേഷം ഇറക്കിയ മാനിഫെസ്റ്റോ ഇതിനകം ഏറെ പഴകി ദ്രവിച്ചു കാണുമെന്നുള്ളത് കൊണ്ട് അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. കേരളത്തിൽ 42 ലക്ഷം അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതരാണുള്ളത്. അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ട് കോൺഗ്രസ് പുറപ്പെടുവിച്ച മാനിഫെസ്റ്റോയിലെ ഒന്നാമത്തെ വാഗ്ദാനം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 15 ലക്ഷം അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കൾക്ക് PSC വഴിയുള്ള തൊഴിൽ നൽകുമെന്നായി. രംഗത്തിറങ്ങിയ കുട്ടികളുടെ നേരെ ഓടകളിലെ അഴുക്കുവെള്ളം നിറച്ച ജലപീരങ്കി അവരുടെ നേരെ ചീറ്റിച്ചു. ഇലക്ട്രിക് ലാത്തിയാണ് അവരുടെ നേരെ പ്രയോഗിച്ചത്. അതിനുശേഷം അതിർത്തികളിൽ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ഭൂമി തട്ടിയെടുക്കുവാൻ വരുമ്പോൾ അവരെ എറിഞ്ഞോടിക്കാൻ വേണ്ടി പട്ടാളക്കാർ ഉപയോഗിക്കുന്ന ഗ്രനേഡ് പോലീസ് നമ്മുടെ കുട്ടികളുടെ നേരെ, പെൺകുട്ടികളുടെ നേരെ പോലും എറിയുകയാണ്.
പോലീസിന് ഇതേപോലെ ചെറുപ്പക്കാരെ തല്ലാൻ ആരാണ് നിർദ്ദേശം നൽകിയത്? അടിക്കുന്ന വടി പിടിച്ചുകൊണ്ടിരിക്കുന്നവന്റെയും മക്കൾക്ക് ഈ ആനുകൂല്യം കിട്ടുമ്പോൾ തൊട്ടി നുണയേണ്ടവനാണ് ഈ അടിക്കുന്നവനെന്ന് അടിക്കുന്നവർ ഓർക്കുന്നുണ്ട്. ആ സ്ഥിതിയിലുള്ള മർദ്ദനം അടിച്ചുവിടുമ്പോൾ തന്നെ ഈ മാനേജ്മെന്റിന്റെ ചെവിക്ക് പിടിക്കാൻ ഉള്ള നത്തല് ആന്റണിക്കോ ഗവൺമെന്റിനോ ഉണ്ടായില്ല. പറകവീര പറയുകെന്നുടെ ശീർഷമുന്നതമെൻ ശിരസിൻ മുന്നിൽ ഹിമവത് ശൈലശൃംഗം വിനയപൂർവം തലകുനിപ്പു പറകധീര. പറകവീര പറയുകെന്നുടെ ശീർഷമുന്നതമെൻ ശിരസിൻ മുന്നിൽ ഹിമവത് ശൈലശൃംഗം വിനയപൂർവം തലകുനിപ്പു പറകധീര. സ്വാശ്രയ കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ആരംഭിക്കുമ്പോൾ അവിടെ മെറിറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് സർക്കാർ കോളേജിലെ ഫീസിൽ അഡ്മിഷൻ വാങ്ങിത്തരാം, അതുകൊണ്ട് നിങ്ങൾ വടക്കോട്ടിനി പോകണമെന്നില്ല എന്ന് ശുദ്ധഗതിക്കാരായ രക്ഷകർത്താക്കൾ കുട്ടികളുമായി കേരളത്തിൽ തന്നെ നിന്നു. പ്രതിവർഷം 36,000 രൂപ തന്നാൽ എഞ്ചിനീയറിംഗ് കോളേജിൽ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാമെന്ന്. സർക്കാർ കോളേജിലെ ഫീസ് എത്ര? 3000. സ്വാശ്രയ കോളേജിലെ ഫീസ് എത്ര? അതിന്റെ 12 ഇരട്ടി, 36,000. മുഖ്യമന്ത്രി എന്തെങ്കിലും പറയുന്നുണ്ടോ, ഗവൺമെന്റ് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് രക്ഷകർത്താക്കൾ ഉറ്റുനോക്കി. ഒന്നും മിണ്ടുന്നില്ല. എങ്കിലും കുട്ടികളുമായി മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് സ്വാശ്രയ മാനേജ്മെന്റിനെ സമീപിച്ചു നോക്കാം എന്ന് പറഞ്ഞ് കരുതി അവർ സ്വാശ്രയ മാനേജ്മെന്റിന്റെ അടുത്തേക്ക് കുട്ടികളുമായി അഡ്മിഷന് വേണ്ടി പോയി. എന്റെ മോൻ മെറിറ്റഡ് ആയിട്ട് പാസ്സായിട്ടുള്ള മോനാണ്. അവനെ ഇവിടെ ചേർക്കാനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ചേർക്കാമല്ലോ, 36,000 എടുക്കൂ. കർണാടകത്തിലോ ആന്ധ്രാപ്രദേശിലോ തമിഴ്നാട്ടിലോ പോകേണ്ടതില്ല എന്നുപദേശിച്ച മുഖ്യമന്ത്രി മാനേജ്മെന്റിന്റെ അമിതമായ ഫീസിന്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം വാ തുറന്നിട്ടില്ല. കേരളത്തിലെ കർഷക ജനങ്ങൾ ഏതാണ്ട് 1 കോടിയോളം വരും. 3/4 കോടിയോളം കൃഷിക്കാരും 21 ലക്ഷം കർഷക തൊഴിലാളികളും അടങ്ങുന്നതാണ് കേരളത്തിലെ കർഷക ജനത. ആ കർഷക ജനത കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവ് മൂലം ഏറ്റവും ഏറെ ദുരിതമനുഭവിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ആഗോളവൽക്കരണ നയം, സ്വകാര്യവൽക്കരണ നയം, ആ നയത്തിൻ്റെ ഫലമായി അന്യരാജ്യങ്ങളിൽ നിന്നുള്ള വ്യാവസായിക കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ നികുതി രഹിതമായോ തുച്ഛമായ നികുതിയോ മാത്രം അതിൻ്റെ മേൽ ഈടാക്കുന്നതിൻ്റെ ഫലമായി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങളും അവരോട് മത്സരിക്കാൻ കഴിയുന്നത്. 2002, 2003, 2003, 2004 കാലത്ത് പഞ്ചാബ് മുതൽ കേരളം വരെ 20,000-ഓളം കൃഷിക്കാരാണ് ആത്മഹത്യ. കൃഷി ഇറക്കാൻ നേരത്ത് വാങ്ങുന്ന കടം
വിളവെടുത്തു കഴിഞ്ഞാൽ തിരിച്ചു മുടക്കാൻ കഴിയുന്നില്ല. കാരണം കാർഷികോൽപ്പന്നങ്ങളുടെ തുച്ഛമായ വിലയാണ്. അവരുഖണ്ഡാകുലരാകുകയും കൃഷിയിലെ കീടങ്ങളെ കൊല്ലാൻ വേണ്ടി വീട്ടിൽ വാങ്ങി വച്ചിരിക്കുന്ന കീടനാശിനികൾ സ്വയം കഴിച്ച് അവർ ആത്മഹത്യ ചെയ്തു തുടങ്ങുകയുമാണ് ഉണ്ടായത്. ആന്റണി ഉമ്മൻചാണ്ടി ഭരണകാലത്ത് നമ്മുടെ കേരളത്തിൽ 1500 കൃഷിക്കാരാണ് ആത്മഹത്യ ചെയ്തത്. 2004 നവംബർ 10 പ്രസൂണും ഭാര്യ ശ്യാമളയും അവരുടെ 4 വയസ്സുള്ള മകനോടൊന്നിച്ച് വിഷം കഴിച്ചു. പ്രസൂണും ശ്യാമളയും മരിച്ചപ്പോൾ മകൻ മാത്രം രക്ഷപ്പെട്ടു. ഇവരോടൊക്കെ ചോദിച്ചാൽ അറിയാം, കഴിക്കില്ലാണ് ഒരുപാട് കഷ്ടപ്പെട്ടു. എന്റെ മക്കളുണ്ട് പോയി പിന്നെ ഇനി മോനോ വിചാരിച്ച് ചേച്ചി ഇങ്ങനെ അടിച്ച് നടക്കുന്ന ജീവിക്കാനും കഴിയില്ല, മരിക്കാനും കഴിയാത്ത ജീവിതമായി കഴിക്കുന്നത്. എപ്പോഴും പറയും, പക്ഷെ ഇങ്ങനെ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നപ്പോഴൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ല. ഇങ്ങനെ ചെയ്യുന്നൊരു നമ്മൾ ആർക്കും ഒരു ഇതില്ലായിരുന്നു. അവരിനിപ്പോൾ അവർ വീട്ടിലോ കൊടുത്തില്ലോ എന്ന് അറിയുന്നില്ലല്ലോ. ഇനി കഷ്ടപ്പെടേണ്ട ജാത്തിനും എൻ്റെ ചെറുക്കന്മാരും അല്ല. കേരള ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത സംഭവമാണ് ആന്റണി ഉമ്മൻചാണ്ടി ഭരണകാലത്ത് കേരളത്തിൽ ഉണ്ടായത്. ആ കർഷക ജനതയെ, പരമ്പരാഗത വ്യവസായങ്ങളിലെ തൊഴിലാളികളെ എന്നിങ്ങനെയുള്ള വിവിധ ജനവിഭാഗങ്ങളുടെ ക്ലേശം നിറഞ്ഞ പ്രശ്നങ്ങൾക്ക് ഈ ഗവൺമെന്റ് ഇതുവരെ ഒരു പരിഹാരവും ഉണ്ടാക്കി. കേരളത്തിലെ മാർജിനലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദരിദ്ര വിഭാഗങ്ങളുടെ ശബ്ദമാണ് നമ്മൾ കുറേ കാലമായിട്ട് VS-ലൂടെ കേൾക്കുന്നത്. ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായിട്ട് വികസനം എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷത്തിന് മാത്രമായിട്ട് ചുരുങ്ങുകയും പാവപ്പെട്ട മനുഷ്യർ കൂടുതൽ പാവപ്പെട്ടവരാവുകയും തൊഴിലില്ലായ്മ പെരുകുകയും അതുപോലെ യുവാക്കളുടെ ജീവിതം ദുരിതപൂർണ്ണമായി തീരുകയും പ്രതീക്ഷയില്ലാതാവുകയും ചെയ്ത ജനത്തിനു വേണ്ടി ശബ്ദിച്ച, ഈ അടുത്ത കാലത്ത് ശബ്ദിച്ചിട്ടുള്ള ഒരേ ഒരു ജനനായകൻ VS അച്യുതാനന്ദനാണ്. ഗോളിയർ റൈൻസിൻ്റെ സ്റ്റോറുകളിൽ ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ വനസമ്പത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഗോളിയർ റൈൻസിൻ്റെ പൾപ്പ് ഉൽപ്പാദനം അവർ നിർത്തിപ്പോയപ്പോൾ പൾപ്പ് ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൺസെഷൻ റേറ്റിലായിരുന്നു ഈ വനവിഭവങ്ങൾ മുളയും തടിയുക കൊടുത്തിരുന്നത്. പൾപ്പ് ഉൽപ്പാദനം നിർത്തിക്കഴിഞ്ഞപ്പോൾ പിന്നീട് പിന്നെ വന ഉൽപ്പന്നങ്ങൾ മുഴുവൻ ഗവൺമെൻറ് സറണ്ടർ ചെയ്യാണ് ഗോളിയർ റൈൻസ് മുതലാളി ചെയ്യേണ്ടത്, ബർള ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാതെ അവരുടെ സ്റ്റോറുകളിൽ തന്നെ സൂക്ഷിച്ചിട്ട് ചുടുവിലയ്ക്ക് അത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് മന്ത്രി പറഞ്ഞ് ലേലം ചെയ്ത് വിറ്റ് ഉള്ള പൈസ നിങ്ങൾ എടുത്തു. ഒരു ഭാഗം ഗവൺമെൻറ് തന്നിരുന്നു. അങ്ങനെ അവിടെ സ്റ്റോർ ചെയ്തിരുന്ന വന ഉൽപ്പന്നങ്ങൾ തടിയും മുളയും എല്ലാം തന്നെ 22 ലക്ഷം രൂപയ്ക്ക് ലേലം ചെയ്തു. വളരെ തുച്ഛമായ വിലയ്ക്കാണ് വിറ്റിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ് ഈ നിലയിൽ വിറ്റത്. മന്ത്രി ഇക്കാര്യത്തിൽ പിന്നെ ശരിയായ നിലയിലല്ല കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഉടനെ മന്ത്രി ചാടിയെടുത്തിട്ട് ഇല്ല, ഞാൻ ശരിയായിട്ട് ഉറഞ്ഞ് നശിക്കാൻ പോയ പിന്നെ തടിയും മുളയൊക്കെയാണ്. ആ 22 ലക്ഷം കിട്ടിയത് തന്നെ വലിയ കാര്യമാണ്. അപ്പം ഞാൻ എഴുന്നേറ്റു, ഒപ്പോസിഷൻ ലീഡർ എന്നുള്ളതിൽ ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ മന്ത്രിയോട് ചോദിച്ചു, ഒരു ഓണറബിൾ മെമ്പർ ഇതേ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നു, ഇതേ സംബന്ധിച്ചൊരു അന്വേഷണം നടത്താതെ മുന്നോട്ട് പോകുന്നത് ശരിയാണ്? ഓ, അന്വേഷണം നടത്താം. ഏത് അന്വേഷണത്തിൽ നേരിടാം? ഞാൻ തന്നെ അന്വേഷണം നടത്താം. അങ്ങനെ അത് ഇയാളുടെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷണം നടത്തിച്ച് തേച്ചു മാറ്റി കളയാനുള്ള ശ്രമമാണെന്ന് വന്നപ്പോൾ ഞാനവിടെ ഗോളിയർ റൈൻസിൻ്റെ സ്റ്റോറുകൾ ഓരോന്നും പരിശോധിച്ച് നോക്കി. ഇപ്പോൾ ഒന്നാം തരം മുളയും മരങ്ങളും ഒക്കെയാണ്, കുറഞ്ഞതൊന്നുമല്ല. അപ്പോൾ ഇതെ സംബന്ധിച്ചൊരു ജുഡീഷ്യൽ എൻക്വയറി നടത്തണം. വനവിഭവങ്ങൾക്ക് ബിർളയുമായിട്ട് ഗോളിയർ റൈൻസുമായിട്ടുള്ള അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ കരാറ് ഞാൻ പഠിച്ചപ്പോൾ പറയുന്നത് പൾപ്പ് ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ കൺസെഷൻ റേറ്റും
അല്ലെങ്കിൽ മാർക്കറ്റ് വിലയുമാണ് ഗവൺമെൻറ് നൽകേണ്ടത്. ആ മാർക്കറ്റ് വില അനുസരിച്ച് 18.5 കോടി രൂപയുടെ ആസ്തിയാണ് അവിടെ കിടന്നത്. അതാണ് ഇതിൽ 22 ലക്ഷം കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ 22 ലക്ഷം വളരെ തുച്ഛമായ വിലയാണെന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും ലേലം ചെയ്തിട്ട് ലേലം ചെയ്തപ്പോൾ 98 ലക്ഷം കിട്ടി. അപ്പോൾ 98 ലക്ഷം കിട്ടിയപ്പോൾ തന്നെ ആദ്യത്തെ തുച്ഛമായിരുന്നു വ്യക്തമാണ്, കുറഞ്ഞതല്ലെന്നും തെളിഞ്ഞു. എന്നിട്ട് അത് സംബന്ധിച്ചുള്ള അന്വേഷണം ആവശ്യം അന്വേഷിക്കാമെന്ന് പറഞ്ഞതല്ലാതെ അന്വേഷിച്ചില്ല. 98 ലക്ഷത്തിന് അതങ്ങ് കോൺട്രാക്റ്റ് കൊടുത്ത് അത് പൈസ വാങ്ങി എന്നുള്ളതാണ്. അത് സംബന്ധിച്ചുള്ള അഴിമതി ഇപ്പോഴും 18 കോടി രൂപയുടേത് 98 ലക്ഷത്തിന് വിറ്റു എന്നുള്ളത്, അത് ഗവൺമെൻറ്റിൻ്റെ സ്വത്ത് തുച്ഛമായ വിലയ്ക്ക് കോഴ വാങ്ങിക്കൊണ്ട് കൈമാറി എന്നുള്ള ആക്ഷേപം ഞാൻ അന്ന് ഉന്നയിച്ചത് ശരിയായിട്ടുള്ള നിലയിൽ തന്നെയാണ്. പ്രായം മറന്ന് എവിടെയും എന്ത് കാര്യത്തിനും ഓടിയെത്തുന്ന ഒരു ജനനായകനാണ് VS. VS എന്ന് പറയുന്ന ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. കാരണം കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും പൊതുവെ കേരളത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അവിടെയൊക്കെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഓടിയെത്തുകയും ആ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം കാണിക്കുന്ന താല്പര്യവും ഒക്കെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏറ്റവും അധികം പ്രയോജനപ്രദമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. VS എന്ന നേതാവ് അഴിമതി വിരുദ്ധ നേതാവാണ്. ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു നേതാവാണ്. അതുകൂടാതെ തന്നെ പാർട്ടിയിലെ അത്യുന്നതങ്ങളിൽ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടുള്ള ഒരു നേതാവാണ്. പറകധീരാ പറകയണ്ടകടാഹ ഭീമ വിഹായസങ്ങൾ പിളർന്നു മാറ്റി ചന്ദ്രതാര ദിവാകര ഗ്രഹയൂഥ പരിധികൾ താണ്ടിടും ഞാൻ. ഇന്ന് കോൺഗ്രസ് അഴിമതിക്കാരുടെ ഒരു ഗൂഢസംഘമായി മാറി. പിന്തിരിപ്പന്മാരും അഴിമതിക്കാരും എല്ലാം കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. എനിക്കതിൽ ദുഃഖമുണ്ട്. ഞാൻ ഒരു പഴയ കോൺഗ്രസ്സുകാരനാണ്, സ്വാതന്ത്ര്യ സമര ഭടനാണ്. ഇപ്പം 85 വയസ്സുണ്ട്. കോൺഗ്രസ് വന്ന് ഈ ആസ്വാദനത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ അത് മാറ്റിയെടുക്കണമെങ്കിൽ ഒരു ഇടതുപക്ഷ ഭരണം ഇവിടെ വരണം. അച്യുതാനന്ദനാണ് ഇന്ന് മുഖം നോക്കാതെ അദ്ദേഹം അഴിമതിയെ ശക്തിയായി എതിർക്കുന്ന ഒരു സിംഹമാണ്. അദ്ദേഹമില്ലാത്ത നിയമസഭയെ പറ്റി ഇനി ഓർക്കാൻ പോലും പറ്റില്ല. അദ്ദേഹത്തിനില്ലാത്ത നിയമസഭ ഒരു ജീവനില്ലാത്ത സഭയായിരിക്കും. ഗവൺമെന്റ് കൊടുത്ത പരാതിയിൽ തന്നെ പറയുന്നത് ഒരു ദിവസം 15 ലക്ഷം മലയാളികളെ ചതിക്കുന്ന ലോട്ടറിയാണിത്.
ഇത് കേന്ദ്ര ഗവൺമെന്റ് നിരോധിക്കണമെന്ന് പറയുകയും ഇവിടെ അതിന് യഥേഷ്ടം ടിക്കറ്റ് വിൽക്കാനുള്ള സൗകര്യം കൊടുക്കുകയും ചെയ്യുകയായിരുന്നു ധനകാര്യമന്ത്രി വക്കം പുരുഷോത്തമനും ഉമ്മൻചാണ്ടിക്കും. 2 കൊല്ലത്തേക്ക് അവർ കൊടുക്കുവാനുള്ള നികുതി 5000 കോടിയാണ്. 3 കൊല്ലത്തേക്ക് അവർ നികുതി കൊടുത്തില്ല. 7000-ൽ പരം കോടി രൂപയുടെ നികുതിയാണ് സ്റ്റേറ്റ് ഖജനാവിനെ തന്നെ പിരിച്ചില്ല. അസംബ്ലി ചോദിച്ചപ്പോൾ പറഞ്ഞത് 1.5 കോടി കിട്ടി, 1.5 കോടി കിട്ടി. ഇങ്ങനെ ഇത്തരം കള്ളന്മാരുമായിട്ടുള്ള ഇവരുടെ ബന്ധം നിരവധിയാണ്, നിരവധി. എന്നെ സംബന്ധിച്ചിടത്തോളം നേതാവ് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും പിടിച്ചുപറിക്കാരുടെ ഇടയിൽ നിന്ന് വിടുവിച്ച് പാവപ്പെട്ടവരെ മോചിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ ചെയ്തു കൊടുത്ത് എല്ലാ അഴിമതികൾക്കും എതിരെ മുന്നേറി ബലപ്പെടുത്തുന്ന ഒരു സഭാവാണ്. അതേപോലെ തന്നെ കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ ചന്ദനത്തോട്ടങ്ങൾ, ആ ചിറയിലെ ചന്ദനത്തോട്ടങ്ങൾ കോടിക്കണക്കിന് സമ്പത്തുള്ളതാണ്. അവിടെ നിന്ന് ചന്ദനം മുറിച്ച് 24 ഫാക്ടറികളിൽ പ്രോസസ് ചെയ്ത് കോടിക്കണക്കിന് രൂപയ്ക്ക് ചന്ദനം വിറ്റുകൊണ്ടിരിക്കുന്നു. എവിടെ? വ്യവസായ വകുപ്പിന്റെ തലവന്മാർ, മന്ത്രിമാർ. അത് നിയന്ത്രിക്കാൻ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ടോ? ഞാനവിടെ പോയി, മറയൂർ പോയി, ചന്ദനത്തോട്ടം സന്ദർശിച്ചു. തോട്ടം സന്ദർശിച്ചതിന് ശേഷം തോട്ടത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഏർപ്പാട് ചെയ്തിരിക്കുന്ന ഫോറസ്റ്റ് ഗാർഡ്സ് താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി ഉദ്യോഗസ്ഥന്മാരെ കണ്ടു. ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, സാർ, ഞങ്ങളൊരു ദുർബലമായ ഫോഴ്സ് മാത്രം. ആധുനികമായ ആയുധങ്ങളോട് കൂടിയിട്ട് 100 ആളുകൾ ലോറിയിൽ വന്ന് പെട്ടെന്ന് തന്നെ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ തൊട്ടാൽ മുറിയുന്ന തരത്തിലെ വാളുമായിട്ട് വന്നിട്ട് പിന്നെ ഈ മരം വെട്ടി ലോറിയുടെ അകത്ത് കയറ്റിയാണ് കൊണ്ടുപോകുക. അതിനെ നേരിടണമെന്നുണ്ടെങ്കിൽ അതിനെ ശക്തമായി നേരിടത്തക്കത്തിലുള്ള ഫോഴ്സ് നമുക്ക് വേണം. 59 ഗാർഡ്സ് ഇവിടെ ഉള്ളൂ. 59 ഗാർഡ്സിന് വേണ്ടി തന്നിട്ടുള്ളത് 30 തോക്കാണ്. ഈ തോക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യ ഒടുക്കൽ പോയി സാങ്ഷൻ വാങ്ങിയാലേ വെടിവെക്കാനും. അപ്പോൾ ഫോഴ്സ് തന്നെ കുറവ്. സ്വയം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന തോക്ക് തന്നെ ഉപയോഗിക്കണമെങ്കിൽ സാങ്ഷനെ ചെല്ലണം. ഈ തരത്തിലുള്ള പരാധീനതയിലാണ് ഞങ്ങൾ ഇവിടെ. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ തിരിച്ചു വന്നിട്ട് ആൻ്റണിയുടെ കത്തെഴുതി കുറഞ്ഞതൊരു 250 ആയിട്ട് ആ ഫോഴ്സ് വർദ്ധിപ്പിക്കണം. കോടിക്കണക്കിന് രൂപയുടെ ചന്ദനമാണ്, സമ്പത്താണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. ട്രഷറി സംരക്ഷിക്കുന്ന പോലെ തന്നെ ഉള്ള ഉത്തരവാദിത്വമാണ് അവർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഫോഴ്സിനെ വർദ്ധിപ്പിക്കണം, ആധുനിക ആയുധങ്ങൾ അവർക്ക് നൽകണം. ആക്രമികൾ കൊണ്ടുവരുന്ന ആയുധത്തെ വെല്ലുവിളിക്കത്തക്ക തരത്തിലുള്ള ആയുധം അല്ലെങ്കിൽ മാർക്ക് മാത്രമേ അവർക്ക് തന്നെ ഒരു ആത്മവിശ്വാസമുള്ളൂ. ശത്രുക്കളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം അവർക്കുണ്ടാകും. മോട്ടിക്കുക, എന്നിട്ട് 24ഓളം ചന്ദന ഫാക്ടറികളുണ്ട്. അവിടെ കൊണ്ടുപോകുക, കൊടുക്കുക, പ്രോസസ് ചെയ്യുക, ചന്ദന തൈലം പുറത്തേക്ക് വെക്കുക, പൊടിയിലുണ്ടാകുക. ഇതാണ് ഈ ബിസിനസ്. പറകവീര പറയുകെന്നുടെ ശീർഷമുന്നതമെൻ ശിരസിൻ മുന്നിൽ ഹിമവത് ശൈലശൃംഗം വിനയപൂർവം തലകുനിപ്പു പറകധീര.
ഫാക്ടറി സന്ദർശിച്ചതിന് ശേഷം അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ഇവിടെ ചന്ദനത്തൈലം പ്രോസസ്സ് ചെയ്യുന്നതിന് എവിടെ നിന്നാണ് തടി കൊണ്ടുവരുന്നത്? സാർ, അത് ടാൻസാനിയയിൽ നിന്നാണ്. ടാൻസാനിയയിൽ നിന്ന് നിങ്ങൾ വരുത്തുന്നത് തടിക്ക് ഉപയോഗിച്ചിട്ട്. എന്നാൽ ടാൻസാനിയയിൽ നിന്ന് കൊണ്ടുവരുന്ന തടിയുടെ ഒരു കഷ്ണമെങ്കിൽ തരും. ഞാൻ മൂക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് മണമില്ല, മൂക്കിൻ്റെ അകത്തേക്ക് തള്ളി കയറ്റിയിട്ടും മണമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നത് പോലെ ടാൻസാനിയൻ ചന്ദനം കൊണ്ടാണ് ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് പറയുന്നത് പച്ച നുണയാണ്. ഇതിന് ചന്ദനത്തിൻ്റെ യാതൊരു ഗന്ധവുമില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ മറയൂരിലെ ചന്ദനമല്ലേ നിങ്ങളിവിടെ പ്രോസസ്സ് ചെയ്യുന്നത്? സത്യം പറയൂ സാർ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അവരെന്നോട് രഹസ്യം പറഞ്ഞു, സാർ, ഓരോ മണിക്കൂർ കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ ഇതിൻ്റെ മാനേജർ സ്ഥാനം മാറണം. അത് കഴിഞ്ഞ് വേറൊരാളൊന്നും നിൽക്കും. അയാൾക്ക് 1 മണിക്കൂറേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മാനേജർമാരെ മാറ്റുന്നത് തന്നെ രഹസ്യം പുറത്തു പോകാതിരിക്കാനാണ്. സാറിനോട് എൻ്റെ വസ്തുത ഞാൻ പറഞ്ഞാൽ എന്നെ ഒരു കൊല്ലും. മാനേജർ സ്ഥാനത്ത് മാറ്റുക മാത്രമല്ല കൊല്ലും. ഞാൻ പറഞ്ഞു, സത്യം എന്നോട് പറഞ്ഞില്ലേ, മുഴുവൻ ആളുകളെയും ഞാൻ ലോക്കപ്പിലാക്കിയിട്ടേ പോവുകയാണ്. ഞാനിവിടെ തിരിച്ചു പോകുന്നത് നിങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് സത്യം എന്തെന്ന് പറയുന്നു. അവസാനം മറയൂരിലെ ചന്ദനമാണ്. വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയുള്ള ഈ നേതാവിനെ പിന്തുടരാനായിട്ട് ജനകോടികൾ ഉണ്ടാവും എന്നുള്ളത് തീർച്ച തന്നെ. സാമ്പത്തിക നയങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പത്തുള്ളവർക്ക് കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കാനാണ് എന്ന് പറയുന്ന ആ ഒരു വീക്ഷണം മാറ്റിമറയ്ക്കാനാണ് VS ഇക്കണ്ട കാലം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം എത്രമാത്രം കേരളത്തിലെ ജനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇലക്ഷൻ പ്രചാരണ വേളയിൽ ഇപ്പോൾ VSനോടൊപ്പമുള്ള അനേകായിരങ്ങൾ, 10,000 കോടികൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ സമുദായ നേതാക്കന്മാർ രംഗത്തിറക്കാറുണ്ട്. എന്റെ സമുദായത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള ക്ലേശങ്ങൾ, ത്യാഗങ്ങൾ എന്നെല്ലാം പറഞ്ഞു. ഓരോ സമുദായത്തിനും നഷ്ടപ്പെടുന്ന 10,000-കണക്കിന് ഉദ്യോഗങ്ങൾ നഷ്ടപ്പെടുത്തിയ മിസ്റ്റർ ആന്റണിയുടെ UDFന്റെ നയത്തിനെതിരായി ഒരു ചെറുവിരൽ അലക്കാനോ ഒരു ചെറിയ പ്രസ്താവന പുറപ്പെടുവിക്കാനോ ഒരു സമുദായ നേതാവും തയ്യാറായില്ല. കിള്ളി നമ്മുടെയൊക്കെ അരക്ഷിത ജീവിതത്തിന്റെ തെളിവാണ്. നീതിപാലകരായ പോലീസുകാർ ഉറങ്ങിക്കിടന്ന ഒരു ഗ്രാമത്തെ ഒരു ചെന്നായക്കൂട്ടം പോലെ ആക്രമിച്ച് കടിച്ചു കീറിയതിന്റെ വേദനിപ്പിക്കുന്ന ചരിത്രം. സ്ത്രീകളെ പോലും മാനുഷിക മര്യാദകളൊന്നും പാലിക്കാതെ പോലീസുകാർ കൈകാര്യം ചെയ്തു. അർദ്ധരാത്രി 1:30 മണിയോടുകൂടി ഞാനും എൻ്റെ ഭർത്താവും 2 മക്കളും സമയത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. 10-40-ലേറെ പോലീസുകാർ വീട് വളയുകയും ഫ്രണ്ടിലെ ഡോർ വന്ന് അടിക്കുകയും തുറക്കാത്ത കാരണത്താൽ ബാക്കിൽ കൂടി വന്ന് പാര കൊണ്ട് ചുറ്റിലുണ്ട് ബാക്കിലെ ഡോർ വെട്ടിപ്പൊളിച്ച് വീട്ടിനകത്ത് കയറുകയും വീട്ടിനകത്ത് കയറി 4 ഡോറുകൾ വെട്ടിപ്പൊളിച്ച് ബെഡ്റൂമിൽ കിടന്ന എൻ്റെ ഭർത്താവിനെ വലിച്ചഴച്ച് 4-5 പോലീസുകാർ വലിച്ചഴച്ച് ഹാളിലേക്ക് കൊണ്ടുവരികയും കൊണ്ടുവന്ന് തലയിലും നെഞ്ചിലും ലാത്തിയുണ്ടും കൈയുണ്ടും ഇടിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ഭർത്താവിനെ അടിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യില്ലെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ കുട്ടികളും കൂടി എൻ്റെ ഭർത്താവിനെ കയറി പിടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളതും മാനവരക്തം, മാനവരക്തം, മാനവരക്തം. ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയിലെ 3 ഏക്കർ 10 സെന്റ് സ്ഥലവും 47 കെട്ടിടങ്ങളും AK മണി MLA പ്രസിഡന്റായ മൂന്നാർ ടൂറിസം ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പാട്ടത്തിൽ നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ്. മുമ്പ് DTPC ഈ സ്ഥലം ചോദിച്ചപ്പോൾ അതീവ സുരക്ഷാ പ്രദേശമെന്ന് പറഞ്ഞ് ഭൂമി നിഷേധിച്ചവർ സ്വകാര്യ സൊസൈറ്റിക്ക് സ്ഥലം നൽകിയത് ചട്ടവിരുദ്ധമായാണെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. DTPCയുടെ ആവശ്യത്തിനെതിരെ റിപ്പോർട്ട് നൽകിയ ഡാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ സമ്മർദ്ദം കാരണമാണോ AK മണിക്ക് വേണ്ടി റിപ്പോർട്ട് മാറ്റി എഴുതിയതെന്ന് VS ചോദിച്ചു. യാതൊരു കാരണവശാലും ഇത് പ്രൊസീഡ് ചെയ്തുകൂടാ. ഞാൻ കേട്ടത് ഇപ്പോൾ ഈ നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലമെല്ലാം കൂടെ തന്നെ മണിയുടെ ഒരു ആപ്പീസായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഇത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വലിയ ധൃതിയിൽ അതിൻ്റെ നിർദ്ദേശം പോകുന്നുവെന്ന്. 3-4 മാസമേ ഉള്ളല്ലോ ഇനി ഭരണത്തിൻ്റെ കാലാവധി. കിട്ടാനുള്ളത് പോക്കറ്റിലും മറ്റുമൊക്കെ ആയിട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള ധൃതിയിലായിരിക്കും ഈ നിർദ്ദേശം എന്ന് തോന്നുന്നു.
ഗ്രാമപഞ്ചായത്ത് മൂത്രപ്പുര പണിയാൻ സ്ഥലം ചോദിച്ചപ്പോൾ പോലും അനുവദിക്കാഞ്ഞ KSEB സൊസൈറ്റിക്ക് റിസോർട്ട് പണിയാൻ സ്ഥലം അനുവദിച്ചതിന് പിന്നിൽ ഉന്നത ഗൂഢാലോചനയുണ്ടെന്നും BS ആരോപിച്ചു. CHR മേഖലയിൽ 1977 ജനുവരി 1 മുമ്പ് ഭൂമി കൈവശമുണ്ടായിരുന്ന കർഷകർക്ക് റവന്യൂ വനം വകുപ്പുകൾ സംയുക്ത പരിശോധന നടത്തി പട്ടയം നൽകണമെന്നും BS ആവശ്യപ്പെട്ടു. CHRലെ ഏലത്തോട്ടങ്ങളിലെ കുത്തകപ്പാട്ടങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 10-25,000 തൊഴിലാളികൾ പണിയെടുക്കുന്ന തോട്ടങ്ങൾ കുത്തക തോട്ടമായിട്ടുള്ളതുണ്ട്, കുത്തകപ്പാട്ട തോട്ടങ്ങളുണ്ട്. ആ കുത്തകപ്പാട്ടത്തിന് പാട്ടത്തിന് കൊടുത്തിരിക്കുന്ന തോട്ടങ്ങൾ ഗവൺമെന്റ് എടുക്കാൻ പാടില്ല. കാരണം ആ തോട്ടത്തിലെ തൊഴിലാളികളുടെ തൊഴിലിൻ്റെതായിട്ട് പ്രശ്നം. അതുകൊണ്ട് കാലോചിതമായിട്ട് പാട്ടം വല്ലതും വർദ്ധിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ വർദ്ധിപ്പിച്ചിട്ട് ആ പാട്ടക്കാർക്ക് തന്നെ കൊടുക്കുകയും ആ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുക എന്നത് അത്യാവശ്യമാണ്. പലപ്പോഴും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെ ധാരാളമായിട്ട് സംസാരിക്കുന്ന അതല്ലെങ്കിൽ ഒരു ആക്ടിവിസ്റ്റ് ലൈനിൽ പോകുന്ന ആൾക്കാരെ വെറും മരമൗലികവാദികളെന്നും വികസന വിരുദ്ധരെന്നും ഒക്കെ മുദ്രകുത്തിക്കൊണ്ടുള്ളൊരു പോക്കായിരുന്നു പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വത്തിൽ. ഇതിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് ഇവർ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്നും പരിസ്ഥിതി സംരക്ഷണത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വികസനം തന്നെയാണ് നമുക്ക് വേണ്ടതെന്നുള്ള ഒരവബോധം ഒരുപക്ഷെ ഞങ്ങളെപ്പോലെയുള്ളവർ ആദ്യം കാണുന്നത് ശ്രീ VS-ലാണ്. പൂയംകുട്ടിയിൽ ചില വൻകിട പാർട്ടികൾ വലിയ സ്വാധീനമുള്ള ആൾക്കാർ കയ്യേറ്റം നടത്തിയത് സ്ഥലം കാണിച്ചു തരാൻ വേണ്ടി ചില പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഭയങ്കര ചെങ്കുത്തായിട്ടുള്ള ഇറക്കം ഇങ്ങനെ ഇറങ്ങി എത്ര ഇറങ്ങിയിട്ടും സ്ഥലത്തെത്തുന്നില്ല. അപ്പോൾ ഒരു ഘട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം നിന്ന് VS കുറേ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, പിന്നെ VS ഇവിടെ വെയിറ്റ് ചെയ്യും, ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം. കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം 82 വയസ്സ് കഴിഞ്ഞു, പിന്നെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്. പിന്നെ ഞങ്ങളെപ്പോലുള്ള VS-നെ അപേക്ഷിച്ച് നോക്കുന്ന വളരെ ചെറുപ്പമുള്ള ആൾക്കാർക്ക് പോലും ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ഘട്ടത്തിൽ ആണ് VS അവിടെ നിൽക്കുക. അതിന് ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞല്ല, ഞാനും വരുന്നുണ്ട്. കാര്യം വെച്ചാൽ ഇറങ്ങും തോറും രണ്ടാമത് ഇത് മുഴുവൻ കയറി കഴിഞ്ഞാലേ തിരിച്ചെത്താൻ പറ്റുള്ളൂ. പുള്ളി വന്ന് സ്ഥലം നേരിട്ട് കണ്ട് പിന്നെ അവിടെ ഈ കൊടി നാട്ടുന്നത് പോലെ, കയ്യേറ്റം നടന്നതിൻ്റെ നടുക്ക് കൊണ്ട് കൊടി നാട്ടുന്നത് പോലെ അവിടെ അദ്ദേഹത്തിൻ്റെ കൊടിയും നാട്ടിയതിന് ശേഷം ആണ് തിരിച്ചു വന്നത്. അപ്പം ഇത് ഒരു നിശ്ചയദാർഢ്യം കാണിക്കുന്ന നിശ്ചയദാർഢ്യം. പിന്നെ ഇങ്ങനെയുള്ള ഇഷ്യൂസിൽ വേറെ എനിക്ക് തോന്നുന്നില്ല വേറെ എന്തെങ്കിലും ലാഭം ഒരു പൊളിറ്റിക്കലായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ശരിക്കുള്ള പ്രതിബദ്ധത കൊണ്ട് മാത്രം ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന രാഷ്ട്രീയക്കാർ വളരെ വിരളമാണ്. ഞാനവിടെ പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ മഴ ഇങ്ങനെ വന്നിരുന്ന ഈ അട്ടകൾ കുറച്ച് എന്നെ കടിക്കുകയൊക്കെ ചെയ്ത് ഞാനതെല്ലാം എരിഞ്ഞിരിക്കുന്നതെല്ലാം പത്രങ്ങൾ കാണിച്ചിട്ട്. നമ്മുടെ നാടിൻ്റെ ഏറിയ കൂറും ഭാഗങ്ങൾ ഇതേപോലുള്ള കയ്യേറ്റക്കാർ, വനം മാഫിയകൾ, ചന്ദന മാഫിയകൾ ഇവരെല്ലാം കൈയടക്കി വെച്ചിട്ട് VS അച്യുതാനന്ദനെ പോലെയുള്ള നേതാക്കന്മാർ ഈ കാര്യത്തിൽ താല്പര്യം എടുക്കുകയും ഈ പറയുന്ന കാര്യങ്ങൾ വികസന വിരുദ്ധമല്ലെന്നും ഇദ്ദേഹം തന്നെ ചില സമരങ്ങൾ നേരിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ഉണ്ടായി. ഏറ്റവും നല്ല ഉദാഹരണം മതികെട്ടാനാണ്. മതികെട്ടാനിൽ കണ്ടമാനം കയ്യേറ്റം നടക്കുകയും കാട് വെട്ടിത്തെളിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇത് ഇടുക്കിയുടെ പാരിസ്ഥിതിക അവസ്ഥ തകരാറിലാക്കുമെന്നും നമ്മുടെ ഏറ്റവും വലിയ നദിയായ പെരിയാറിൻ്റെ വെള്ളത്തെ ബാധിക്കുമെന്നും അതുപോലെ തന്നെ ഇടുക്കി ഒരു മരുഭൂമിയാകുന്ന കാലം അതിവിദൂരമല്ലെന്നും ഒക്കെ പറയാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി. പരിസ്ഥിതി സംരക്ഷണം
ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയത് വി എസ് അച്യുതാനന്ദൻ. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ കാണുന്നത് ഈ പരിസ്ഥിതി വിഷയങ്ങൾ ആദ്യമായിട്ട് ഒരു രാഷ്ട്രീയ വിഷയമാക്കിയ മനുഷ്യൻ എന്നുള്ള ഒരു വലിയ റോൾ അദ്ദേഹത്തിനുണ്ട്. ഇവിടെ പൂയംകുട്ടിയിലും അതിനു മുമ്പ് മതികെട്ടാനിൽ ഞാൻ അദ്ദേഹത്തിനോട് പോയി. അത് മതികെട്ടാനിലാണെങ്കിൽ ഭയങ്കര ദുർഘടമായ വഴി ഇങ്ങനെ ഞങ്ങളൊരു 10-20 വണ്ടികളുണ്ട്. വണ്ടികൾ പോകുന്ന പോലീസുണ്ട്, എല്ലാ സന്നാഹങ്ങളും ഉണ്ട്. പോകുന്നുണ്ടെ പെട്ടെന്ന് വണ്ടിയെല്ലാം നിന്നു. ഞാൻ പുറകിലത്തെ ഒരു വണ്ടിയിലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞുണ്ടെ ഒരു 10-20 ചെറുപ്പക്കാർ, നല്ല വെളുത്ത് സുമുഖരായിട്ടുള്ള നല്ല മിടുക്കന്മാർ, സ്വർണ്ണമാലയൊക്കെ ഉണ്ട്. ചിലർക്ക് 1-2 പേർക്ക് അതിന് എന്നിട്ട് അമ്പും വില്ലും എല്ലാം എടുത്തിട്ട് ആദിവാസികളാണ് എന്നുള്ള രീതിയിൽ, പിന്നെ ഞങ്ങളുടെ ശവത്തിൻ്റെ മേളിൽ കൂടെ അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ കയ്യേറ്റ സ്ഥലത്തോട്ട് എന്നുള്ള രീതിയിൽ തടയാൻ ശ്രമിച്ചു. ഈ തടയല് വന്നെ പെട്ടെന്ന് പോലീസുകാരൊക്കെ അൺപ്ലസന്റ് ആയിട്ട് ഒരു മോശമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് അവരൊക്കെ അല്പം പകച്ചു. അപ്പോൾ അദ്ദേഹം അങ്ങനെ വി എസ് വണ്ടിയിൽ നിന്ന് ജീപ്പിൽ നിന്ന് പതുക്കൻ ഇറങ്ങി അവരുടെ അടുത്തേക്ക് നടന്നു ചെന്ന് വി എസ് വരുന്നു വഴി മാറിക്കൊടുക്കുകയെന്ന് പറയും. ഇവന്മാർ പെട്ടെന്ന് സ്ഥലം വിട്ടു, ഇറങ്ങി പറ ഓട്ടി ഉരുണ്ടെല്ലാം വീണ്. പിന്നെ ഇത് മണ്ണാണ്. ഈ കാടില്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ, വരും തലമുറകൾ, നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾ, ഇവരൊക്കെ ശരിക്കും ഈ കാടില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ നിലനിൽപ്പ് തന്നെ വലിയ ബുദ്ധിമുട്ടാകും. വെള്ളം ഉണ്ടാവില്ല. ഈ ഒരു ദൂരക്കാഴ്ചയോട് മൂക്കിനപ്പുറം രാഷ്ട്രീയത്തെ കാണുന്ന, ജനത്തിൻ്റെ നിലനിൽപ്പിനെ കാണുന്ന ഒരു വലിയ രാഷ്ട്രീയക്കാരനെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഇതുവരെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്ന പരിസ്ഥിതി പ്രവർത്തകരെ പലരും കളിയാക്കുകയായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിനത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റി. പിന്നീട് ഇത് വളരെ കൺസിസ്റ്റൻ്റായിട്ട് ഒരു പ്രസ്താവന നടത്തി പിന്മാറാതെ ആ പ്രദേശം സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ തൻ്റെ പ്രവർത്തനവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി എന്നുള്ളതാണ് വസ്തുത. പറകവീര പറയുകെന്നുടെ ശീർഷമുന്നതമെൻ ശിരസിൻ മുന്നിൽ ഹിമവത് ശൈലശൃംഗം വിനയപൂർവം തലകുനിപ്പു പറകധീര. അതുകൊണ്ട് തന്നെ പലരും, എനിക്ക് തോന്നിയിട്ടുള്ളത് രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള പലർക്കും ഇത് പരിസ്ഥിതിക്കാരുടെ മാത്രം ഒരു ജൽപ്പനമാണെന്നും അവരിത് പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് നമ്മുടെ വഴികളുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു തോന്നലും, അതുപോലെ പരിസ്ഥിതി സംരക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ വികസന വിരുദ്ധമായി പോകുമോ എന്നുള്ള ഒരു സംശയവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മിത്ത് സത്യത്തിൽ പൊളിച്ചു കൊടുക്കുന്നത് ശ്രീ വി എസ് ആണെന്നാണ് തോന്നിയിട്ടുള്ളത്. കാരണം രാഷ്ട്രീയക്കാർ കൂടി ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു രംഗമാണ് പരിസ്ഥിതി സംരക്ഷണമെന്നും ഇത് ഏതാനും പരിസ്ഥിതി പ്രവർത്തകർ മാത്രം പറഞ്ഞാൽ പോരാ എന്നും
കേരളത്തിൻ്റെ മൊത്തം വികസനത്തെ ഇത് ബാധിക്കുന്നുണ്ടെന്നും ഒക്കെയുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹം ഏറ്റെടുക്കുകയും ഈ ഒരു കാഴ്ചപ്പാട് ഇദ്ദേഹത്തെ പോലെ സമുന്നതനായ ഒരു നേതാവ് ഏറ്റെടുത്തപ്പോൾ സത്യത്തിൽ ഇതൊന്ന് പരിസ്ഥിതിക്കാർക്ക് വളരെയധികം ഒരു അവർ പറയുന്ന കാര്യങ്ങൾ ഈ തരത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വം കൂടി ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ടെന്നൊരു സന്തോഷം, അത് ഭാവിയെക്കുറിച്ചുള്ള ഒരു ശുഭാപ്തി വിശ്വാസം. പലപ്പോഴും തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ എന്നാണ് പരിസ്ഥിതി പ്രവർത്തകരെ പറ്റി പലപ്പോഴും പറയാറുള്ളത്. യുദ്ധം തോൽക്കും, എന്ത് തന്നെ ആയാലും എസ്റ്റാബ്ലിഷ്മെൻറ്റ് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും, ഈ പറയുന്ന പരിസ്ഥിതി കാര്യങ്ങളും പരിസ്ഥിതി സംരക്ഷണവും നടക്കാൻ പോകുന്നില്ല എന്ന് തോന്നിയവർക്ക് ചെറിയൊരു വിശ്വാസം വന്നു തുടങ്ങി. പല കാര്യങ്ങളും നടപ്പാക്കാൻ പറ്റുമെന്നും അതുപോലെ തന്നെ പല തീരുമാനങ്ങളും ഇതുപോലെ എടുക്കേണ്ടി വന്നു. ഇത് മറ്റൊരു രംഗത്തുകൂടി ചില മാറ്റങ്ങൾ വരുത്തി. ഇതുപോലെ രാഷ്ട്രീയത്തിൽ തന്നെ ഇദ്ദേഹം ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ, ഏറ്റെടുത്ത് തുടങ്ങിയപ്പോൾ ഈ സംശയിച്ചു നിന്ന ആൾക്കാർ, ഇത് വികസന വിരുദ്ധമല്ല ഇവർ പറയുന്ന പല കാര്യങ്ങളൊന്നും, അവരും അതുപോലൊരു നിലപാടെടുക്കാൻ വേണ്ടി പ്രേരിതരായി എന്നുള്ളതാണ് വേറൊരു നല്ല കാര്യം സംഭവിച്ചത്. കാരണം രാഷ്ട്രീയ നേതൃത്വം കൂടി ഈ കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നും ഒക്കെ ഇദ്ദേഹം കാട്ടിക്കൊടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഈ പരിസ്ഥിതി രംഗത്തുള്ള തകർച്ച പലപ്പോഴും ബാധിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരനെയാണ്. അവൻ്റെ കുടിവെള്ളം, അവൻ്റെ നിലനിൽപ്പിൻ്റെ ഭൂമി, അല്ലെങ്കിൽ അവൻ്റെ മണ്ണ്, അവൻ്റെ വെള്ളം, അവൻ്റെ വായു, ഇതിനെയാണ് പ്രധാനമായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഏതാനും ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും വികസനം എന്ന പേരിൽ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത്. ഏതാനും ചിലരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതൊക്കെ വികസനമാണെന്നും ഇതിനെതിരെ നിൽക്കുന്നത് വികസന വിരുദ്ധമാണെന്നും ഒരു തോന്നൽ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രചരണവും അവർ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പലർക്കും ഇതിൽ പ്രത്യക്ഷമായിട്ട് ഇടപെടാനുള്ള ഒരു വിമുഖതയുണ്ടായിരുന്നു. നേരിട്ട് സംസാരിക്കുമ്പോഴൊക്കെ കാര്യങ്ങൾ ശരിയാണ്, ഒക്കെ ശരിയാണ്, അതിങ്ങനെ പോകണം, പക്ഷേ എങ്കിലും മറ്റു ചില പ്രശ്നങ്ങളില്ലേ എന്ന ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, ഇവർക്ക് കാഴ്ചപ്പാടിൻ്റെ ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്ന് മാറ്റിവെച്ചത് സത്യത്തിൽ ഇദ്ദേഹത്തെ പോലെയുള്ള സമുന്നതനായ ഒരു രാഷ്ട്രീയ നേതാവ് വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാടെടുക്കുകയും അതുമായിട്ട് മുന്നോട്ട് പോവുകയും അതിന് മാധ്യമങ്ങളും ജനങ്ങളും കൊടുത്ത അംഗീകാരവും ഈ കാര്യങ്ങളാണ് സത്യത്തിൽ വന്ന വലിയൊരു മാറ്റം. ഈ മാറ്റത്തിനനുസരിച്ച് മുന്നോട്ട് പോകുമെന്നൊരു ശുഭാപ്തി വിശ്വാസം ജനങ്ങളിലേക്ക് ഇദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ITDCയുടെ കെട്ടിട സമുച്ചയം 400 കോടി രൂപയുടെ ആസ്തിയുള്ള കെട്ടിട സമുച്ചയം 43 കോടിക്ക് വിൽപ്പന നടത്തുന്നു. BJP ഗവൺമെന്റ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന അവസരം അതിനെ ചോദ്യം ചെയ്യാൻ ഈ ഗവൺമെന്റ് തയ്യാറായില്ല. അതിനെ ചോദ്യം ചെയ്തത് പ്രതിപക്ഷമാണ്. എർഷ്കാർ മുഹമ്മദ് വിലക്ക് വാങ്ങിയ 43 കോടിയുടെ കെട്ടിട സമുച്ചയം അദ്ദേഹം 115 കോടിക്ക് മറിച്ചു വിറ്റു ബോംബെയിലെ ഹോട്ടൽ ഉടമയായ കൃഷ്ണൻ നായർക്ക്. സർക്കാർ ഏറ്റെടുത്ത കോവളം കൊട്ടാരത്തിന്റെയും അനുബന്ധ പ്രദേശങ്ങളുടെയും ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിക്കാനാണ് ഭരണ പ്രതിപക്ഷ നേതാക്കൾ സംയുക്തമായി കൊട്ടാരം സന്ദർശിച്ചത്. കഴിഞ്ഞ 8-ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ടൂറിസം മന്ത്രി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, കോവളം കൊട്ടാരം സംരക്ഷണ സമിതി ചെയർമാൻ M വിജയകുമാർ, നീലലോഹിതദാസൻ MLA, ജില്ലാ കളക്ടർ N അയ്യപ്പൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചത്. പ്രതിപക്ഷ നേതാവും കൊട്ടാര സംരക്ഷണ സമിതിയും പലതവണ സർക്കാരിനോട് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യങ്ങൾ ശരിയാണെന്ന് സന്ദർശന വേളയിൽ മന്ത്രിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ബോധ്യപ്പെട്ടു. കൊട്ടാരത്തിനോട് ചേർന്നുള്ള 23 കെട്ടിടങ്ങളിൽ പലതിലും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി സന്ദർശനത്തിൽ വ്യക്തമായി. ചില കെട്ടിടങ്ങൾ ഹോട്ടലിന്റെ ഓഫീസ് റൂമായും അക്കൗണ്ട്സ് ഓഫീസായും മറ്റും ഉപയോഗിക്കുന്നതായും സന്ദർശനത്തിൽ ബോധ്യപ്പെട്ടു. കൊട്ടാരത്തിനോട് ചേർന്നുള്ള കരിങ്കൽ മതിൽ ഹോട്ടൽ ഉടമ പൊളിച്ചതായും കണ്ടെത്തി. ഹോട്ടൽ ഉടമ ഹൈക്കോടതിയുടെയും സർക്കാരിന്റെയും നിർദ്ദേശങ്ങൾ മറികടന്ന് സമാന്തര ഗവൺമെന്റായാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. ലീല ഗ്രൂപ്പിന്റെ ആളുകൾ സർക്കാരിന്റെ ഈ ഭൂമി കെട്ടിട സമുച്ചയം ബലമായി കൈവശപ്പെടുത്തി അവർ ടൂറിസ്റ്റുകളിൽ നിന്ന് പണം പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണാൻ വരുന്ന ആളുകളിൽ നിന്നെല്ലാം പണം പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സമാന്തര സർക്കാരായി ലീല ഗ്രൂപ്പ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കം. ഗവൺമെന്റ് നിയമം പാസാക്കിയെങ്കിലും
ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് വേദവാക്യമായിട്ട് കരുതി ഒരു ദിവസം പോലും വന്ന് ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ നമ്മുടെ ഗവൺമെന്റിനോ മന്ത്രിമാർക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കേരള ഗവൺമെന്റിന്റെ അവകാശപ്പെട്ട സ്ഥലത്ത് അവർ കയ്യേറി എന്ന് മാത്രമല്ല, കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും തൃണസമാനമായി കരുതി ധിക്കാരത്തോടുകൂടി അവരധികാര വാഴ്ച നടത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എസ്കാർ മുഹമ്മദ് കയ്യേറിയപ്പോൾ ചോദ്യം ചെയ്യാതിരുന്നത് കണ്ട് മുത്തൂറ്റുകാർ കയ്യേറി. ചിട്ടി നടത്തുന്നതിനേക്കാൾ ലാഭമാണ് ടൂറിസം എന്ന് കണ്ട് അവർ കയറി 10-15 ഏക്കർ കയ്യേറിയെടുത്തു. അതിന്റെ നെറ്റ്വശം മാണിയും മക്കളും വീണ്ടും കയ്യേറി. മതികെട്ടാനിൽ നിന്ന് കടന്നിട്ട് എവിടെ വന്നു? കോവളത്തു വന്നു. ഇത് നിയന്ത്രിക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടുണ്ട്. മുത്തൂറ്റുകാർ കയ്യേറി റോഡില്ലായ്മ ചെയ്തപ്പോൾ പൊതുജനങ്ങൾ പരാതിപ്പെട്ടു. സ്ഥലം സന്ദർശിക്കാൻ ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ നാട്ടുകാരെല്ലാം എന്നോട് പറഞ്ഞു, സാറേ സഖാവേ, ഞങ്ങൾക്ക് ഇനി നടക്കാൻ റോഡില്ല, കടലിൽ കൂടെ നടക്കാൻ ഒക്കുമോ? ഞങ്ങൾക്ക് റോഡ് വേണം. കഴിയുന്നത് വരെ ഞാൻ അവിടെ ഇരുന്നു, 6 മണി വരെ. ഒട്ടേറെ നിവേദനങ്ങളും ആക്ഷേപങ്ങളും കേട്ടു. തിരിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോൾ രാവിലെ മുഖ്യമന്ത്രി ഫോൺ ചെയ്തു. സാബ് VS, നിങ്ങൾ കോവളത്ത് പോയിരുന്നെന്നും അവിടെ സത്യഗ്രഹം ഇരുന്നുവെന്നും പത്രത്തിൽ വായിച്ചുവല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ പോയത് ശരി. നാട്ടുകാരുടെ കസേര തന്നു. 11 മണി മുതൽ 7 മണി വരെ അവിടെ ഇരുന്നു. ഫലത്തിൽ അതൊരു സത്യഗ്രഹമാണ്. എന്നാൽ ഞാൻ സത്യഗ്രഹം ഇരുന്നില്ല. ജനങ്ങളുടെ ആവലാതി കേട്ടുകൊണ്ട് വൈകുന്നവരെ ഇരുന്നതാണ്. അവരുടെ ആവലാതി എന്ന് അവർ നടന്നുകൊണ്ടിരുന്ന റോഡ് ഇല്ലാതാക്കിയിരുന്നു. അത് ഞാൻ ഉടനെ തന്നെ കയ്യേറ്റക്കാരെ ഇറക്കും എന്നെനിക്ക് മിസ്റ്റർ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി നൽകി ഉറപ്പ്. പ്രതിപക്ഷ നേതാവ് ഞാൻ കാത്തിരുന്നു. അവരെ ഇറക്കുന്നത് നോക്കി. പിന്നെയാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് മുത്തൂറ്റുകാരുടെ വീട്ടിലേക്കാണ് ഉമ്മൻചാണ്ടിയുടെ മോളെ അയച്ചിരിക്കുന്നത്. അപ്പൊ കയ്യേറ്റക്കാരനെ ഒഴിവാക്കാൻ അമ്മായി അച്ഛന് കഴിയുമോ? കഴിയും. പറക വീര പറയുകെന്നുടെ ശീർഷമുന്നതമെൻ ശിരസിൻ മുന്നിൽ ഹിമവത് ശൈലശൃംഗം വിനയപൂർവം തലകുനിപ്പു പറകധീര. പറകവീര പറയുകെന്നുടെ ശീർഷമുന്നതമെൻ ശിരസിൻ മുന്നിൽ ഹിമവത് ശൈലശൃംഗം വിനയപൂർവം തലകുനിപ്പു പറകധീര. പാവപ്പെട്ട ആദിവാസികൾക്കും ഭൂരഹിതരായ പാവങ്ങൾക്കും ഭൂമി കൊടുക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ലാത്തിച്ചാർജും വെടിയുണ്ടയും പ്രയോഗിക്കുകയാണ്. എന്തിന്? ഈ വൻ കുത്തകകൾ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഭൂമി എടുത്ത് ആ പാവങ്ങൾക്ക് കൊടുത്തുകൂടെ? ഞാൻ ചോദിച്ചുകൊണ്ട് കത്തെഴുതി. ഉത്തരമില്ല. അവർക്ക് ഭൂമി കൊടുക്കാൻ വേണ്ടി ഫോറസ്റ്റിൽ നിന്ന് ഭൂമി എടുക്കേണ്ടി വരുന്നതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണം. അതായത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓരോ നൊണ്ടി ന്യായം പറഞ്ഞ് അവരെ വലയ്ക്കുക.
അതുപോലെ തന്നെ എൻഡോസൾഫാൻ കാസർഗോഡ് പിന്നെ കശുവണ്ടി തോട്ടങ്ങളിൽ കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഏറ്റവും കടുപ്പപ്പെട്ട പിന്നെ മരുന്നാണ് എൻഡോസൾഫാൻ. അതിൻ്റെ ഫലമായിട്ട് അവിടെ നൂറുകണക്കിന് ആളുകൾ രോഗികളായി. എൻ്റെ പരിസരത്ത് താമസിക്കുന്നവരെല്ലാം തന്നെ വിവിധ തരത്തിലുള്ള രോഗങ്ങൾ പിടിപെട്ട് മരണപ്പെട്ടു. വിവരങ്ങളിൽ അറിഞ്ഞ് ഞാൻ അവിടെ പോയി ആളുകളിൽ നിന്ന് പരാതികളെല്ലാം വാങ്ങി പരിശോധിച്ചു. അവർ പറയുന്നത് ശരിയാണെന്ന് ബോധ്യമായി. നിരവധി ആളുകൾ ആ തരത്തിൽ തല വലുതായും വയർ വലുതായും എല്ലാം തന്നെ ഗർഭമനസ്സുക സ്ത്രീകൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ പ്രസവിച്ചു കഴിഞ്ഞാൽ തന്നെ വല്ലാത്ത തരത്തിലുള്ള കുട്ടികളാണ് വരുന്നത്. ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഞാൻ അസംബ്ലിയിൽ മുഖ്യമന്ത്രിയെയും കൃഷി വകുപ്പ് മന്ത്രിയെ എല്ലാം ധരിപ്പിക്കാൻ ശ്രമിച്ചില്ല. അതൊന്നും ശരിയല്ല ഈ പറയുന്നത്. ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം ഇങ്ങനെ കൊണ്ടുവരികയാണെന്ന് പറഞ്ഞവർ ഞാൻ ഉന്നയിച്ച ആക്ഷേപങ്ങളെല്ലാം തള്ളിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എൻഡോസൾഫാൻ എന്ന് പറയുന്ന കമ്പനി കോടിക്കണക്കിന് ആസ്തിയുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാർക്കും ഒക്കെ നല്ല തുക അവർ കോഴ കൊടുക്കും. അപ്പം കോഴയ്ക്ക് വിധേയമായിട്ട് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരിതമയമായ സ്ഥിതിയുടെ സത്യാവസ്ഥ പരിശോധിക്കാനോ അത് പരിഹാരം കാണാനോ തുനിയാതെ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ അവരുടെ നിലപാട്. ഞാൻ വീണ്ടും അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കുറച്ച് മനുഷ്യസ്നേഹികളായ ഡോക്ടർമാർ, പ്രൈവറ്റ് ഡോക്ടർമാർ, അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നൊരു ഭാഗം ഇവർക്ക് വേണ്ടി ചികിത്സ നടത്താനും ഭക്ഷണത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതിൻ്റെ കഥകളും മറ്റുമൊക്കെ എന്നോട് പറഞ്ഞ് അവരുടേതായിട്ടുള്ള സേവനം പറയുന്നതോടൊപ്പം തന്നെ 2-3 സ്കൂളുകളിൽ കൊണ്ടുപോയി എന്നെ ഈ കുട്ടികളെയൊക്കെ തന്നെ കാണിച്ചു. അവരുടെ ഫോട്ടോയൊക്കെ എടുത്തു. അതിനു മുമ്പ് മരിച്ചവരുടെ തന്നെ ഫോട്ടോ, ഉദരം ഉയർന്നവരുടെ, തല വലുതായവരുടെ എല്ലാം ഫോട്ടോ ചെയ്തു. ഞാൻ അതും കൊണ്ട് വീണ്ടും അസംബ്ലി വന്ന് വീണ്ടും ഇല്ല അതൊക്കെ നുണയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇവരുടെ ഈ പ്രചാരവേലയെ പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് അസംബ്ലിയിൽ വീണ്ടും ഉന്നയിച്ചു. അതിനു മുമ്പേ സ്പീക്കറോട് ഞാൻ ഈ ഫോട്ടോയൊക്കെ കാണിച്ച്, അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ ഉന്നയിക്കുന്ന അവസരത്തിൽ സ്പീക്കർ സീരിയസ് ആയിട്ട് ഇത് പരിഗണിക്കണം. ഗവൺമെൻറ് പറയുന്ന ഈ പിന്നെ ഇല്ല എന്ന് പറയുന്ന തട്ടിപ്പ് ന്യായത്തിന് വിധേയമായിട്ട് ഈ പ്രശ്നം തേച്ചുമാറ്റി കളയരുത്. അത് പറഞ്ഞിരുന്ന കാരണം അദ്ദേഹം ഇടപെട്ടു. അപ്പോഴും ഈ പറയുന്നത് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ശരിയൊന്നുമല്ല, ഞാൻ അന്വേഷിച്ചു, അവിടെയൊന്നും അങ്ങനെ രോഗം പടരുന്നില്ല എന്നൊക്കെ ഇവർ വീണ്ടും പറഞ്ഞു കൃഷിമന്ത്രി. അപ്പം ഞാൻ ചോദിച്ചു, കേരളത്തിൻ്റെ കശുവന്മാവും തോട്ടത്തിൽ ഇത്ര കടുപ്പം കൂടിയ കീടനാശിനി വേണ്ട, കുറച്ച് ആളുകളെ ദ്രോഹിക്കാത്ത വിധത്തിൽ കടുപ്പം കുറച്ച കീടനാശിനി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ കേരള ഗവൺമെൻറ്റിന് അധികാരമില്ലേ? എനിക്കത് അറിയേണ്ടതായിട്ടുണ്ട്. സ്പീക്കറോട് ഞാൻ ചോദിക്കുകയാണ്, അതൊന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ ചോദിച്ചതിന് ഉത്തരം വരുത്തേണ്ടതായിട്ട് സഭയിൽ ആ ഉത്തരം കിട്ടേണ്ടത്. ഉടനെ തന്നെ സ്പീക്കർ മുഖപുരുഷോത്തമൻ എഴുന്നേറ്റ് മന്ത്രിയുടെ ചോദിച്ചു, ഈ കശുമാവും തോട്ടം ഗവൺമെൻറ് തന്നെയല്ലേ? ഉടനെ മന്ത്രി, അതെ. അവിടെ എന്ത് കീടനാശിനി തളിക്കണമെന്ന് ഗവൺമെൻറ് തളിക്കണമെന്ന് നിശ്ചയിക്കാൻ ഗവൺമെൻറ് അധികാരമില്ലേ? ഉടനെ മന്ത്രി, ഉണ്ട്. പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ ആളുകൾ മരിക്കുകയും രോഗാതുരരാകുകയും ഒക്കെ ചെയ്യുന്ന ഈ സ്ഥിതി ഒരു പ്രദേശത്ത്, നമ്മുടെ തന്നെ കേരളത്തിൻ്റെ തന്നെ വടക്കൻ ജില്ലകളിൽ ഒരു താലൂക്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് വരുമ്പോൾ അങ്ങനെ എൻഡോസൾഫാൻ ഉപയോഗിക്കുന്നത് ഒഴിവാക്കി
അതേക്കാൾ കടുപ്പം കുറഞ്ഞ കീടനാശിനി ഉപയോഗിക്കാം എന്ന് മന്ത്രിക്ക് അസംബ്ലിയിൽ സമ്മതിക്കേണ്ടി വന്നു. എന്നിരുന്നാലും അത് ശരിയായിട്ടുള്ള തരത്തിൽ നടപ്പിലാക്കാതെ പിന്നെയും ജനങ്ങളെ വിടുകയാണ് ചെയ്തിരുന്നത്. ജനങ്ങളുടെ ഇടയിലുള്ള രോഷം അവിടെ വീണ്ടും ആളിപ്പടരുകയാണ്. പറകവീര പറയുകെന്നുടെ ശീർഷമുന്നതമെൻ ശിരസിൻ മുന്നിൽ ഹിമവത് ശൈലശൃംഗം വിനയപൂർവം തലകുനിപ്പു പറകധീര. അതേസമയം കോഴിക്കോട്ടെ ഐസ്ക്രീം പാർലറിലെ പെൺകുട്ടികളെ അപമാനിച്ചവർ ഗവൺമെന്റിനെ സ്വാധീനിച്ചും പണം ഉപയോഗിച്ചും സാക്ഷിമൊഴി മാറ്റിപ്പറഞ്ഞ കേസിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വെസ്റ്റ് ബേക്കറി കേസിൽ സാക്ഷിമൊഴി മാറ്റിപ്പറഞ്ഞ ആളുകൾക്ക് ഇപ്പോൾ ശിക്ഷ കിട്ടി തുടങ്ങി എന്ന് വന്നപ്പോൾ കേസിൽ നിന്ന് വിട്ടുപോയ ആളുകൾക്കും അല്പശ പേടി തുടങ്ങിയിരിക്കുന്നു എന്നത് മറക്കാൻ കഴിയുന്ന കാര്യമല്ല. കേരളത്തിലെ സ്ത്രീകൾ വി.എസ്. അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയോട് എന്തുമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഈ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പെൺവാണിഭ മാഫിയകളുടെയും പെൺവാണിഭ സംഘങ്ങളുടെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഏതൊരു വമ്പനെയും രക്ഷിക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ അവരുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുഴുവൻ പേരുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇത്തരം ഗൂഢസംഘങ്ങളിലെ ആളുകൾ കോടതിയെയും പോലീസിനെയും മറ്റ് ജനങ്ങളെയും വഞ്ചിച്ചുകൊണ്ട് കടന്നു പോവുകയും വളരെ ഉയരത്തിൽ നിൽക്കുകയും ചെയ്യുന്ന, ഉയർന്നു നിന്നുകൊണ്ട് അവർ വീണ്ടും ജനവഞ്ചന നടത്തുകയും ചെയ്യുന്ന കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം നോക്കിക്കോണം, ഓരോ ശിക്ഷ കൊടുക്കും കർത്താവ്, എൻ്റെ ഓരോ കരച്ചിൽ കേൾക്കുന്നു. നാളെ നിന്റെയൊക്കെ അമ്മയ്ക്കും പെങ്ങൾക്കും മകൾക്കും ഈ നാട്ടിൽ ഇത് തന്നെ സംഭവിക്കാം. അപ്പോഴും നീയൊക്കെ ഇങ്ങനെ കൂവണ പാട്ടികളെ. കിളിയൂരെ പെൺകുട്ടി എവിടെ? കവിയൂരിലെ പെൺകുട്ടി എവിടെ? കൊട്ടിയെന്ന പെൺകുട്ടി എവിടെ? ഉപയോഗിച്ചതിന് ശേഷം അവരെല്ലാം കശാപ്പു ചെയ്തു. അതാണ് നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും ഉത്കണ്ഠയ്ക്ക് കാരണം. അതിനറുതി വരുത്തണമോ? ആന്റണി ഉമ്മൻചാണ്ടി ഭരണങ്ങൾ ഇനിയും ഒരു പ്രാവശ്യം കൂടി വന്ന് അവശേഷിക്കുന്ന പെൺകുട്ടികളെ കൂടി അപമാനത്തിലാഴ്ത്തണമോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. വി.എസ്. ഓരോ ഘട്ടത്തിലും എടുത്ത നിലപാടുകൾ, പ്രത്യേകിച്ച് സൂര്യനെല്ലി കേസിൻ്റെ വിധി വന്നപ്പോൾ അദ്ദേഹം നൽകിയ സപ്പോർട്ട് ഇവിടുത്തെ സ്ത്രീകൾക്ക് വിസ്മരിക്കാൻ പറ്റുന്ന ഒന്നല്ല. സൂര്യനെല്ലി കേസിലെ 36 പ്രതികളെയും പ്രതികൾ എന്ന് പറയപ്പെട്ട 36 പേരെയും വിശ്വസിക്കാം, ഈ ഒരു പെൺകുട്ടിയുടെ വാക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന വിചിത്രമായ കോടതി വിധിക്കെതിരെ തെരുവിൽ ശബ്ദിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് പോലും വി.എസ്. അച്യുതാനന്ദനെ പോലെ ഒരാളാണ് ഉണ്ടായത്. അത് വളരെ ആശ്വാസം ഇവിടുത്തെ സ്ത്രീകൾക്ക്, ആശ്വാസവും പ്രതീക്ഷയും ഇവിടുത്തെ സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഐസ്ക്രീം പാർലർ കേസിൻ്റെ ഒപ്പം വി.എസ്. എത്രമാത്രം കയറ്റിറക്കങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം തോൽക്കുകയില്ല എന്ന് മാത്രമല്ല, തോൽക്കാൻ അദ്ദേഹം സമ്മതിക്കുന്നും ഇല്ല, തുടരുകയാണ്. കേരളീയ സ്ത്രീത്വത്തിൻ്റെ അന്തസ്സ് പാലിക്കാൻ കഴിയാത്ത വിഷയാലംബടന്മാരായിട്ടുള്ള പെൺവാണിഭക്കാരായിട്ടുള്ള ആളുകൾ കീഴടങ്ങുന്നൊരു ഭരണമാണ് കേരളത്തിൽ ഉള്ളത് എന്നുള്ളതുകൊണ്ട് അതിനെതിരായിട്ടുള്ള രോഷം നമ്മുടെ അമ്മമാരുടെയും സഹോദരികളുടെയും വളർന്നു വന്നിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളെല്ലാമാണ് ഞങ്ങൾ ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതും ഗവൺമെന്റിനെ കൊണ്ട് ഇതിനെല്ലാം പരിഹാരമുണ്ടാക്കാൻ വേണ്ടി കേസിന് കേസ്, പ്രക്ഷോഭണത്തിന് പ്രക്ഷോഭം എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് വികസന വിരോധം എന്ന് പറയുന്നത്. കയ്യേറുന്ന ഭൂമിയെല്ലാം കയ്യേറ്റക്കാരുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഇവർ ശ്രമിക്കുന്നത്. മിണ്ടാതിരുന്നാൽ വികസനം. കേരളത്തിൻ്റെ സ്വത്ത് സംരക്ഷിക്കുക തന്നെ വേണം, വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വികസന വിരോധമില്ല. ഇവിടെ തീരുമാനമെടുക്കേണ്ടത് ജനങ്ങൾ ആണ്.
തീർച്ചയായിട്ടും VSന്റെ പിന്നാലെ പോവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജനങ്ങളുടെ പിന്നാലെ പോവുക എന്നായിട്ടുണ്ട്. ജനങ്ങളുടെ ശബ്ദമാണ് VSന്റെ ശബ്ദം, ജനങ്ങളുടെ പ്രതീക്ഷയാണ് VSൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ജനനായകൻ കുറേ കാലത്തിന് ശേഷം, അനേകം കാലത്തിന് ശേഷം നമുക്ക് കിട്ടിയ ഒരു ശരിയാണ് എന്ന് പറയാം. അതുകൊണ്ട് എപ്പോഴും നാം കണ്ണു തുറന്നിരുന്ന് ഇവരെ വാച്ചു ചെയ്യണം. അവശേഷിക്കുന്ന ദിവസങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സാരഥികളെ, ഓരോ മണ്ഡലത്തിൽ നിർത്തിയിട്ടുള്ള സാരഥികളെ പരമാവധി വോട്ട് നൽകി വിജയിപ്പിച്ചുകൊണ്ട് ഈ ജനദ്രോഹികളെ അധികാരത്തിൽ നിന്ന് ചെവിക്ക് പിടിച്ച് പുറത്താക്കി ഈ നാടിനെ പുരോഗതിയിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കുന്ന ഒരു ഗവൺമെന്റിന് വഴി തുറക്കുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ ഏർപ്പെടണമെന്ന് ഞാൻ നിങ്ങളോട് സവിനയം അഭ്യർത്ഥിക്കുന്നു. പറക വീര പറയുകെന്നുടെ ശീർഷമുന്നതമെൻ ശിരസിൻ മുന്നിൽ ഹിമവത്ശൈല ശൃംഗം വിനയപൂർവം തലകുനിപ്പു പറകധീര. പറകവീര പറയുകെന്നുടെ ശീർഷമുന്നതമെൻ ശിരസിൻ മുന്നിൽ ഹിമവത്ശൈല ശൃംഗം വിനയപൂർവം തലകുനിപ്പു പറകധീര. പറകയണ്ടകടാഹ ഭീമ വിഹായസങ്ങൾ പിളർന്നു മാറ്റി ചന്ദ്രതാര ദിവാകര ഗ്രഹയൂഥ പരിധികൾ താണ്ടിടും ഞാൻ. വിശ്വധാതാവിൻ അനശ്വര വിസ്മയങ്ങൾ പകർന്നു ധരണി സ്വർഗഗോളക സീമാഭേദി ശുഗ്രശക്ത ജഗത്പിതാവിൻ പള്ളിമഞ്ചം തുണ്ടമാക്കി പൊങ്ങിടുന്നു നിത്യവും ഞാൻ.